അല്ല, കയ്യും കാലം ഒടിഞ്ഞുകൊണ്ട് പിന്നെ ഓടാൻ വയ്യാത്തതുകൊണ്ട് അവിടെ കിടക്കേണ്ട ഓട എടുത്തതിൻ്റെ അടയാളമുണ്ട്. നമ്മൾ കാണിച്ചു കൊടുത്ത പോലെ ഇത് എന്തിൻ്റെ ഓട്ടയാണ് ചോദിച്ചു. നമ്മളാരും ഓട ഇറക്കി വെച്ചിട്ടല്ലല്ലോ കിടന്നുറങ്ങണത്, ആണോ? അല്ലല്ലോ. അതല്ല എന്നുള്ളതുകൊണ്ട് ആ പോലീസുകാർക്ക് മനസ്സിലായി. അവരൊക്കെ എഴുതി കൊണ്ടുപോയി ഇങ്ങനെയൊക്കെ ഓടൊക്കെ ഇറക്കിയതിൻ്റെ പഴുതുണ്ട്, ഇപ്പം നദി ഇറങ്ങിയതാണ്. എന്നിട്ട് വന്ന് ഇവർ ഉപദ്രവിച്ചു. അപ്പോൾ അവരുടെ നമ്മുടെ ഇവിടെ ചുമപ്പുണ്ട്, ഇവിടെ ഇങ്ങനെ മാന്തിൻ്റെ പാടൊക്കെ ഉണ്ട്. ഇവിടെ വലിയൊക്കെ ഉണ്ടായപ്പോഴേ കസാല എടുക്കേണ്ടത് വരെ ഇപ്പം മാന്തൂലോ, അതൊക്കെ നമ്മൾ കൊണ്ടില്ലേ. അപ്പോൾ അതൊക്കെ കണ്ട അടയാളമൊക്കെ എഴുതി കൊണ്ടുപോയി കോടതിയിൽ ഇവരെ എഴുതി കൊണ്ടുപോയി സമർപ്പിച്ചു. അപ്പോൾ നമ്മൾ വക്കീലിനെയൊക്കെ വെച്ച് നല്ല ആവിൽ നിന്നുള്ള വക്കീലായിരുന്നു. അതുകൊണ്ട് കാര്യമൊക്കെ ഇങ്ങോട്ട് മിടുക്കനായതുകൊണ്ട്. വക്കീൽ മിടുക്കനല്ലെങ്കിൽ ചിലപ്പം ഇവൻ്റെ വീട്ടിൽ പോയി നമ്മൾ ഇവനെ തല്ലിയെന്നാവും കേസ്. പറയാൻ പറ്റില്ല. ഇവിടെ ഇതൊന്നും ഉണ്ടായിട്ട് കാര്യമില്ല. വക്കീലെല്ലാം മിടുക്കനായതുകൊണ്ട് നമുക്ക് കാര്യമൊക്കെ നേരെയായി. എന്ത് ചെയ്തു? ആത്മരക്ഷാർത്ഥം ആണ് അദ്ദേഹം തല്ലിയത്. അതുകൊണ്ട് ഇപ്പം ചത്താലും കുഴപ്പമില്ല എന്നുള്ള വിധിയൊക്കെ വന്ന് നമ്മൾ കൈ വീശി പോന്നു. മറ്റവന് ശിക്ഷയും കിട്ടി. അവനങ്ങനെ ചെയ്യാൻ പാടില്ല, അതിക്രമിച്ചെങ്കിൽ ഭവനഭേദനം എന്നൊക്കെ പറഞ്ഞുള്ള കേസൊക്കെ വെച്ചിട്ട് എന്ത് ചെയ്തു? അവന് എന്താ ശിക്ഷ വെച്ചാൽ അവർ പുസ്തകം നോക്കി അങ്ങോട്ട് കൊടുക്കും, ഉണ്ടല്ലേ. അപ്പോൾ ആത്മരക്ഷ ഒരാളുടെ പുറം തല്ലി പൊളിക്കുന്നതും കയ്യും കാലും തല്ലി ഒടിക്കുന്നത് നല്ല കാര്യമാണോ? അല്ല. അപ്പോൾ ഇവിടെ നമ്മൾ തല്ലി ഒടിച്ചത് എന്തിൻ്റെ കാര്യത്തിനാണ്? ആത്മരക്ഷാർത്ഥം മറ്റവനെ തല്ലുമ്പോൾ എൻ്റെ കാലോ കയ്യോ ഓടിയാണ് നമ്മൾ നോക്കിയിട്ടല്ലല്ലോ. അതാണ് സ്വന്തം രക്ഷയ്ക്കാണ്. എന്താ? അപ്പം അവനവൻ്റെ ജീവനെ രക്ഷിക്കുക എന്നുള്ളത് ഏത് ജീവിയുടെയും ഒരു അത്യാവശ്യ ധർമ്മം. അത് ഒരാൾക്ക് മാറ്റാൻ പറ്റില്ല. അപ്പം ഇവിടെ അതാണ് പ്രതിയോത്സ്യാമി. അർജുനൻ ചോദിക്കുകയാണ്, ഹേ മധുസൂദന, അല്ലയോ ശ്രീകൃഷ്ണ ഭഗവാനെ, ഭീഷ്മം ദ്രോണം ച, ഈ ഭീഷ്മരെയും ദ്രോണരെയും അഹം ഞാൻ സംഖ്യേ യുദ്ധത്തിൽ ഇഷുഭിഹി അമ്പുകളെ കൊണ്ട്, അമ്പ് എന്നുള്ളതുകൊണ്ട് ആയുധങ്ങളെ കൊണ്ടൊന്നും ഉദ്ദേശിച്ചാൽ മതി. അസ്ത്രങ്ങളെ കൊണ്ടെന്നൊക്കെ പറയുമ്പോൾ അസ്ത്രം മാത്രമൊന്നുമില്ല, വാളുണ്ട്, ഗതിയുണ്ട്, പലതരം ആയുധങ്ങളില്ലേ. അതിനൊക്കെ അതിലെന്ത് ചെയ്യാം? അതിനൊക്കെ എല്ലാറ്റിനും ആ ഇഷുഭിഹി എന്നുള്ളത് സാമാന്യനെ എടുക്കാം. അസ്ത്രങ്ങളെ കൊണ്ട് കഥം പ്രതിയോത്സ്യാമി, എങ്ങനെ ഞാൻ അവരുടെ നേരെ പ്രതിയുദ്ധം ചെയ്യും? എന്നിട്ട് വീണ്ടും പറയാണ്, അരിസൂദന. എന്താ വിളിച്ചത്? ആദ്യം വിളിച്ച പേരെന്താ ഭഗവാന്? മധുസൂദന എന്ന് വിളിച്ചു. ഇപ്പോൾ വിളിക്കുന്നത് അരിസൂദന. എന്താ അരിസൂദന? അരിച്ച എന്താ? റേഷൻ കടയിൽ നിന്നോ? റേഷൻ കടയത്തെ അരി നമ്മൾ മലയാളത്തിൽ അരി എന്ന് പറഞ്ഞാൽ റേഷൻ കടയിൽ നിന്ന് വാങ്ങി കൊണ്ടുവരുന്ന അരി, ശരിയല്ലേ? അതല്ല. സംസ്കൃതത്തിൽ അരി എന്ന് പറഞ്ഞാൽ നമ്മുടെ അരി മുടക്കണോ എൻ്റെ പേരാ? എന്ത്? അതാരാ? ശത്രു. അരി മുടക്കുക വെച്ചാൽ നമ്മുടെ ജീവിതത്തെ മുട്ടിക്കണോൻ്റെ പേരാണല്ലോ ഈ ശത്രു എന്നർത്ഥം. സംസ്കൃതത്തിൽ അരി വെച്ചാൽ ശത്രു. അരി, അരാതി എന്നൊക്കെ പറഞ്ഞാൽ ശത്രു എന്നർത്ഥം. അപ്പം എന്നിട്ട് പറയണേ അരിസൂദന. സൂദനൻ എന്ന് പറഞ്ഞാൽ നിഹനിച്ച് കൊന്നവൻ എന്നർത്ഥം. അരിസൂദനൻ ശത്രുക്കളെയൊക്കെ കൊന്ന് നേരെയാക്കിയവനെ ശ്രീകൃഷ്ണ ഭഗവാൻ. അപ്പം മധുസൂദന എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? മധു എന്ന് പണ്ട് ഒരു മധു കൈടഭന്മാരെന്ന് കേട്ടിട്ടില്ലേ? അതിൽപ്പെട്ട അസുരൻ മധു. അപ്പോൾ ഈ മധുവിനെ കൊന്നവനാണ് ആര്? ഈ മധു കൈടഭന്മാർ മഹാദുഷ്ടന്മാരായിരുന്നു. ലോകം മുഴുവൻ നശിപ്പിച്ച് നടന്ന കാലത്താണ് ഭഗവാൻ എന്ത് ചെയ്തത്? മധുവിനെ കൊന്നത്. അതുകൊണ്ടാണ് മധുസൂദനൻ എന്ന് പേരുണ്ടായത്. അരിസൂദനൻ എന്ന് പറഞ്ഞ് ഇങ്ങനെ സജ്ജനങ്ങൾക്കൊക്കെ ദോഷമായിട്ട് വരുന്ന ദുഷ്ടകന്മാരായ ആളുകളെയൊക്കെ കൊന്ന് ലോകത്തെയൊക്കെ രക്ഷിച്ച് പരിപാലിച്ച ഭഗവാനായതുകൊണ്ടാണ് അരിസൂദനൻ എന്ന് പേരുണ്ട്. അപ്പം ആദ്യം വിളിച്ചത് മധുസൂദന എന്ന് വിളിച്ചിട്ട് ഇപ്പോൾ വിളിക്കുകയാണേ അരിസൂദന. അതെനിക്ക് പറയാനുണ്ട്. എന്താ വെച്ചാൽ ഇവരെ ഞാൻ എങ്ങനെയാണ് കൊല്ലുക? എന്തുകൊണ്ടാണ് പറയുന്നത്? പൂജാരുഹൗ. എന്താ പൂജാരുഹൗ? അവർ പൂജാരുഹന്മാരല്ലേ? അർഹൻ ച യോഗ്യൻ. ഈ അർഹൻ എന്നുള്ള വാക്കിനർത്ഥം അർഹ പൂജായ എന്നാണ്. അർഹൻ എന്ന് പറഞ്ഞാൽ തന്നെ പൂജ്യൻ എന്നാണ്. അർഹണം എന്ന് പറഞ്ഞാൽ പൂജ എന്നർത്ഥം. എന്താ? സമർഹണം പൂജ. സമർഹയൽ ഹൃഷികേശ പ്രീത പ്രണയവിഹ്വല എന്നൊക്കെ ഭാഗവതത്തിൽ കേട്ടിട്ടില്ലേ? സമർഹയൽ എന്ന് പറഞ്ഞാൽ പൂജിച്ചു എന്നാണ്. അർഹണം പൂജ. അപ്പോൾ ഇവിടെ എന്താ അർത്ഥം എന്ന് ചോദിച്ചാൽ പറയും പൂജാർഹൗ. അവർ പൂജാർഹന്മാരാണ്. പൂജയ്ക്ക് അവർ പൂജ കഴിക്കേണ്ടവരാണ്. അവർ പൂജിക്കുക പറഞ്ഞാൽ ബഹുമാനിക്കേണ്ടവരല്ലേ അവർ? വല്ല കള്ളന്മാരെയും പിടിച്ചു പറിക്കാരെയും കൊലപാതകികളൊക്കെയാണ് നമ്മളിങ്ങനെ ചെയ്യാമെന്ന് വെച്ചാൽ തരക്കേടില്ല. ഇവരൊക്കെ കണ്ടാൽ നമ്മൾ അപ്പോഴേക്ക് എന്ത് ചെയ്യണം? കാൽക്കൽ വീണ് കുമ്പിട്ട് കാല് കഴുകി പൂജ കഴിച്ച് നമസ്കരിക്കേണ്ട ആളുകളാണ് ആരെ? ഭീഷ്മരും ദ്രോൺ. അവരൊക്കെ എങ്ങനെ ഉണ്ടോ? അർജുനൻ്റെ ഭാഷയ്ക്കൊരു മയം വന്നതുണ്ടോ? ശ്രദ്ധിച്ചു? അതില്ലല്ലേ? ഒന്നാമത്തെ അധ്യായത്തിൽ അർജുനൻ എന്താ പറഞ്ഞത്? എന്തല്ല ആ രാഷ്ട്രീയക്കാർ പ്രസംഗിക്കുമ്പോൾ കത്തി അങ്ങോട്ട് കയറി. അവരങ്ങനെയല്ലോ പ്രസംഗിച്ച് അങ്ങോട്ട് കത്തി കയറിപ്പോയി. ഇവന് മൈക്കിന് തീ പിടിച്ചാൽ അവർ ഉടുത്തതിന് തീ പിടിച്ചാലൊന്നും അറിയില്ല. അങ്ങനത്തെ വല്ലാത്തൊരു തീ പിടിച്ച ജാതി നമ്മൾ ഇന്നൊരു പറയുന്നത് തീപ്പൊരി പ്രസംഗം. എന്ത് പ്രസംഗം? അങ്ങനെ പറയില്ലേ? തീപ്പൊരി
ചിലർക്ക് അങ്ങനത്തേത് വേണം. എന്താ വെച്ചാൽ കുറച്ച് എരിയും പുളിയൊക്കെ ഉള്ള കൂട്ടരാണേ. ചിലർ അങ്ങനെ എല്ലാറ്റിലും ചിലർ അങ്ങനെ എരിയും പുളിയൊക്കെ ഉള്ളവരുണ്ട്. ചിലർക്ക് അങ്ങനെ സൗമ്യമായ കൂട്ടാൻ വേണ്ടി എത്താണ്ട് ഒരു ചോട്ടയും ചുള്ളിയൊന്നും ഇല്ലല്ലോ ഇതിനുണ്ട് അങ്ങനെയൊക്കെ പറയില്ലേ. എന്ന് വെച്ചാൽ എന്താ നാലോണം ചുണ്ടൊക്കെ ഇങ്ങനെ ഫൂ എന്നൊക്കെ ആവണം, എന്നാലേ എന്തുണ്ടാവുള്ളൂ, കൂട്ടാനൊക്കെ കൂട്ടിയെന്നൊരു തോന്നൽ ഉണ്ടാവില്ല. അല്ലാത്ത ഞാൻ എന്ത് പറയുമോ ഒരു എന്തല്ല എന്നും പറയും. അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ ചില ആൾക്കാരുണ്ടാവും. ഓരോരുത്തരുടെ സ്വഭാവത്തിൻ്റെ വ്യത്യാസമാണ്. അപ്പോൾ ഇവിടെ എന്താ വെച്ചാൽ ഈ അർജുനൻ പറയുന്നത് 1-ാം അധ്യായത്തിൽ പറഞ്ഞ ഭാഷ ഒന്ന് മാറി ഇപ്പം എന്തായിട്ട് തീർന്നു. പറയുന്നതൊക്കെ പണ്ടത്തെ ജാതിയിലുള്ളതിൻ്റെ സമാനമായ കാര്യങ്ങളൊക്കെ ആണെങ്കിലും ഇപ്പം എന്താ ചോദിച്ചത്, എങ്ങനെയാ കൃഷ്ണ ഞാൻ കൊല്ലുക ചോദിച്ചാൽ അർത്ഥം എന്താ? കൃഷ്ണ ഒന്ന് പറയൂ, എങ്ങനെയാണെന്നൊന്ന് പറയും. ഇപ്പം അങ്ങനെയായില്ലേ? നേരത്തെ അങ്ങനെയല്ലല്ലോ പറഞ്ഞത്. നേരത്തെ പറഞ്ഞത് എന്താ, ശ്രീകൃഷ്ണ ഭഗവാൻ ഉപദേശിക്കുകയായിരുന്നു. വർണ്ണസങ്കരം ഉണ്ടാവില്ലേ, സങ്കരോ നരകായൈവ കുലഖനാനം കുലസ്വിച്ച പതന്തി പിതരോ ശേഷം ലുപ്ത പിണ്ടോദക ക്രിയ എന്നൊന്നും അറിയില്ലേ കൃഷ്ണ അതെനിക്ക് എന്നുള്ള മട്ടിലായിരുന്നു ആര് പറഞ്ഞത്. എന്താ ഓരോന്നോരോന്നും ഇങ്ങനെ വലിയ വലിയ ശ്രീകൃഷ്ണ ഭഗവാൻ അതൊക്കെ കേട്ടിട്ട് അല്ലാതെ അമ്പമ്പോ എന്താ അല്ലേ വിവരം എന്നുള്ള മട്ടിലിങ്ങനെ അന്താലിച്ച്. ഇപ്പോഴോ ആ 2 ഗുളിക അങ്ങോട്ട് കഴിച്ചപ്പം ടെസ്റ്റ് ഡോസ് എന്താ അങ്ങനെ പറയില്ലേ. ടെസ്റ്റ് ഡോസ് പറഞ്ഞാൽ അർത്ഥം എന്താ, ചില മരുന്നുകളൊക്കെ ചിലർക്ക് പിടിക്കില്ല, ചിലരുടെ ശരീരത്തിന് ചില മരുന്ന് പിടിക്കില്ല. അപ്പോൾ ഡോക്ടർമാരെന്ത് ചെയ്യും, ആ മരുന്ന് നമുക്ക് പിടിക്കുകയോ ഇല്ല എന്നറിയാനല്ലോ, ചിലപ്പോൾ ഇല്ലെങ്കിൽ ഇതിനേക്കാളും വലിയ തണ്ണാവതേ. അതുകൊണ്ട് എന്ത് ചെയ്യും, അവരത് കുറച്ച് കൊണ്ടുവന്ന് ഇവിടെ ഇങ്ങനെ ഒട്ടിച്ചിടും, എന്തെങ്കിലുമൊക്കെ എന്നിട്ട് പറഞ്ഞ് തേച്ചിട്ട് നമ്മളെങ്ങനെ വിടും. എന്നിട്ട് പറയുന്നത് ചൊറിച്ചിലുണ്ടാവുക ചോദിക്കും. നമുക്കിപ്പോൾ ചൊറി പണ്ടേ ഉള്ളതാണ്. അപ്പോൾ പറഞ്ഞു അത് ആദ്യം ഉണ്ട്, ഇതിനോട് കൊണ്ടൊരു ചൊറിയില്ല. ഏതുകൊണ്ട് കുഴപ്പമില്ലല്ലോ, നീറ്റലുണ്ടോ, പുകച്ചിലുണ്ടോ, കിതക്കുണ്ടോ, വെള്ളം കുടിക്കണോ, അപ്പോൾ നമ്മൾ അങ്ങനത്തെ ഒരു കുഴപ്പമില്ല, നമുക്ക് ഒരു വട്ടമൊന്നും ഒരു കുഴപ്പമില്ലല്ലോ അങ്ങനെ അങ്ങനെയൊക്കെ പറഞ്ഞു. അങ്ങനെ നോക്കി നല്ലോണം നോക്കിയപ്പോൾ പറഞ്ഞു കുഴപ്പമില്ല. അപ്പോൾ അദ്ദേഹത്തിന് അതുകൊണ്ട് കുഴപ്പമില്ല പറഞ്ഞപ്പോൾ ആ മരുന്ന്, അതായത് ആ വസ്തു ഇദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ വല്ല പ്രതിപ്രവർത്തനം ഉണ്ടാക്കി ബുദ്ധിമുട്ടിക്കുകയോ എന്ന് അറിയാനായിട്ട് ഡോക്ടർമാർ, അപ്പോൾ എന്ത് പ്രതിപ്രവർത്തനങ്ങളൊന്നും ഇല്ല എന്ന് കണ്ട് അദ്ദേഹത്തിൻ്റെ ശരീരത്തിന് അത് യോജിച്ച് പോകണം, ഔഷധമാണ് എന്ന് മനസ്സിലാക്കിയാൽ അത് ആ ഔഷധം ചേർന്ന മരുന്ന് കൊടുക്കും. അതാണ്. അപ്പോൾ അതിനെ ടെസ്റ്റ് ചെയ്യുക എന്നാണ് പറയുക. എന്ത് ചെയ്യുക, ആ മരുന്നിൻ്റെ ഡോസിന് എന്താ പറയുക, ടെസ്റ്റ് ഡോസ് ആണ്. അപ്പോൾ ടെസ്റ്റ് ഡോസ് ചെന്നാൽ അറിയാം എങ്ങനെയാണ് നേരെയാവുമോ നേരെയാവില്ല എന്നൊക്കെ. അർജുനന് ഇപ്പോൾ 2 ശ്ലോകത്തിൽ ഭഗവാൻ എന്താ കൊടുത്തത്, ടെസ്റ്റ് ഡോസാണ് കൊടുത്തത്. അതങ്ങോട്ട് ചെന്നപ്പം എന്തായി, ഒരു രൂപം കിട്ടി. അർജുനൻ പറഞ്ഞു, ഹേ മധുസൂദന എന്ന് വെച്ചാൽ എന്താ അർത്ഥം എന്നറിയും. എങ്ങനെയാണ് ഈ ഭീഷ്മരെയും ദ്രോണരെയും അവരൊക്കെ പൂജാർഹന്മാരാണ്, കണ്ട അപ്പം നിന്ന് നിപ്പിൽ നിന്ന് തൊഴുത് പൂജ കഴിക്കേണ്ട ആളുകളാണ്. അവരെങ്ങനെയാണ് ഞാൻ ഈ യുദ്ധത്തിൽ അസ്ത്രങ്ങളൊക്കെ ഉപയോഗിച്ച് വാളും കുന്തും ശൂലും അതുപോലെ അമ്പും വില്ലൊക്കെ ഉപയോഗിച്ചിട്ട് അവരെ ചെന്ന് ഇങ്ങോട്ട് യുദ്ധത്തിന് വരുമ്പം അങ്ങോട്ട് എതിർക്കുക എങ്ങനെയാണ് ഞാൻ അവരെ അങ്ങോട്ട് എതിർക്കുക എങ്ങനെയാണ്? ഹരിസൂദന ഒന്ന് പറയൂ കേൾക്കട്ടെ. ഭഗവാനെ വിളിച്ച പേരെന്താണ്? ആദ്യത്തേത് മധുസൂദൻ. എന്താ വിളിച്ചതിൻ്റെ അർത്ഥം? രണ്ടാമത് വിളിച്ചത് ഹരിസൂദന. അതിലൊരർത്ഥമുണ്ട്. എന്താ കാരണം എന്നറിയുമോ? അപ്പം ഭഗവാൻ അർജുനനോട് പറയുന്നത് എന്താ, ഇവരോട് ഞാൻ എങ്ങനെ യുദ്ധം ചെയ്യും, പ്രതിയുദ്ധം ചെയ്യും ചോദിക്കുക. അപ്പം അതിനിപ്പോൾ എന്താ അർജുന അങ്ങനെ ചെയ്യരുതേ, ഞാനൊക്കെ പണ്ട് കുറച്ച് ചെയ്തിട്ടില്ലേ, അങ്ങനെ പലരെയും കൊന്നിട്ടില്ലേ, ഇപ്പം എനിക്കിപ്പോൾ എന്താ എത്ര വിഷമം എന്നുണ്ടെങ്കിൽ അതിനുള്ള മറുപടിയും കൂടി അത് പണ്ട് കൃഷ്ണ അങ്ങ് കൊന്നത് പണ്ട് അസുരൻ ദുഷ്ടനെയല്ലേ, ഇതല്ല ഇത് പൂജാരഹോ. വ്യത്യാസം മനസ്സിലായില്ലേ? അന്ന് അങ്ങ് കൊന്നു, ശരി, അങ്ങ് ആരെയാണ് കൊന്നത്? മധു എന്ന് പറഞ്ഞ അസുരൻ പൂജാരഹനായിരുന്നു, ലോകോപദ്രവകാരി. അവനെ കൊന്നത് നന്നായി. അന്ന് ആൾക്കാർ പടക്കം പൊട്ടിച്ചിട്ട് ആഘോഷിച്ചത് എന്ത്, ദുഷ്ടൻ ചത്തൂല ഒന്നും പറഞ്ഞിട്ട്. അതുപോലെ ഇവർ രണ്ടാളും ഇവരെ കണ്ടതിക്കുന്ന നമസ്കരിക്കണം. അപ്പം അപ്പം അതുകൊണ്ട് അത് വെച്ചെന്നോട് പറഞ്ഞിട്ട് ശരിയാവില്ല. പിന്നെ രണ്ടാമത് വിളിച്ച പേര് എന്തൊക്കെ പേര് വേറെ ഉണ്ട്, വാർഷ്ണേയാന്ന് വിളിക്കാറുന്നു, ഇല്ലെങ്കിൽ എന്തൊക്കെ ഭഗവാൻ എന്തൊക്കെ പേരായിരിക്കുന്ന ഒന്നും വിളിച്ചില്ല. അപ്പോൾ വിളിച്ച ഹരിസൂദന എന്ന് എന്നുവെച്ചാൽ എന്താ അർത്ഥം? ശത്രുക്കളെ കൊന്നോനെയെന്ന്. അങ്ങ് പണ്ട് കൊന്നത് ശത്രുക്കളെയാണ്, എന്നോടിപ്പോൾ കൊല്ലാൻ പറയുന്നതോ മുത്തശ്ശനെ, ഗുരുനാഥനെയൊക്കെ അവർക്കടില്ല, ശരിയാവണില്ല എന്ന്. അതാണ് ആ സൂചന. എന്തിന്? ഭഗവാനെ വിളിച്ച പേരിൽ മധുസൂദന, ഹരിസൂദന, 2 പേര്, അനവധി പേര്. ഇതൊന്നും നമ്മൾ സാധാരണ അങ്ങനെ കേൾക്കണ പേരൊന്നുമല്ല. അത് ഇത് കേൾക്കാനില്ല. ഹരിസൂദന എന്നൊക്കെ അപൂർവേ. മധുസൂദനൻ എന്നിവനെ ഇടയ്ക്ക് നമ്മുടെ നാട്ടിൽ അങ്ങനത്തെ ആൾക്കാരുണ്ടാവുകൊണ്ട് അപ്പോൾ മധുസൂദനൻ എന്നുള്ള പേര് നമ്മുടെ നാട്ടിൽ ധാരാളം ഉണ്ടായിരുന്നു. പഴയ ആൾക്കാർക്കൊക്കെ പേരിട്ടില്ല മധുസൂദനൻ. അതിതർത്ഥം ചിലപ്പോൾ ആ പേരുള്ളവർക്ക് തന്നെ അറിയില്ല എന്താ സാധനം ഉണ്ടല്ലേ. മധു എന്ന് പറഞ്ഞാൽ അസുരനെ കൊന്ന് ലോകത്തിന് അനുഗ്രഹം നൽകിയ വലിയ ഭഗവാനെ എന്ന വാക്കിൻ്റെ അർത്ഥം.
മധുസൂദനൻ. അങ്ങനെ നമ്മുടെ നാട്ടിൻപുറത്ത് ഇങ്ങനെ ആളുകൾക്കൊക്കെ ഈ പേരിട്ട് വിളിക്കൊണ്ട് ആ പേരൊരു പരിചയം ഉണ്ടെന്നല്ലാതെ ആ അർത്ഥബോധത്തിൻ്റെ തലത്തിൽ വലിയ പരിചയമൊന്നും ഇല്ല. അരിസൂദന എന്ന് പിന്നെ ഒരു പരിചയമില്ല. എന്താ കാരണം അരിസൂദനം പേരുണ്ടോ നമ്മുടെ നാട്ടിൽ? അങ്ങനെ പേരില്ല. പറഞ്ഞിട്ടും ശീലമില്ല, കേട്ടിട്ടൊന്നും പുസ്തകമൊക്കെ വായിക്കുമ്പം കേട്ട വിവരമൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പം ഭഗവാന് അനവധി പേരുകൾ ഉണ്ടെന്നിരിക്കെ അതൊന്നും വിളിക്കാതെ ഈ 2 പേരെന്നെ പെറുക്കിയെടുത്ത് കൊണ്ടുവന്ന് വിളിക്കാൻ കാരണം ഇതാണ്. അങ്ങ് പണ്ട് കൊന്നത് ശത്രുക്കളെയും ദുഷ്ടന്മാരെയും ലോകോപദ്രവകാരികളെയൊക്കെയാണ് കൊന്നത്. എനിക്കിപ്പോൾ കൊല്ലാൻ എൻ്റെ മുമ്പിൽ നിൽക്കുന്നത് പൂജാരിഹൗ, പൂജനീയന്മാരായ എൻ്റെ മുത്തശ്ശനും എൻ്റെ ഗുരുനാഥന്മാരും ഒക്കെയാണ്. അതാ ഞാൻ ചോദിച്ചതേ. അതാണ് അങ്ങേക്ക് മനസ്സിലായില്ലേ? എന്താ അങ്ങേക്കത് മനസ്സിലായില്ലേ? അതാ ഞാൻ ചോദിക്കുന്നത്, എന്ത് ചെയ്യും എന്ന്. ഇപ്പോൾ പിടുത്തം കിട്ടിയില്ലേ ശ്ലോകത്തിന് അർത്ഥം? ആ ശ്ലോകത്തിൽ തന്നെ ഒരു മയം വന്നു. ഇപ്പോൾ ഭഗവാനോട് ചോദിക്കുക, അല്ല എങ്ങനെ ചെയ്യും? അതാ ഞാൻ ചോദിക്കണതേ. അതാണ് എന്ത് ചെയ്യും? ഇവരൊക്കെ എങ്ങനെ എപ്പോഴും ബഹുമാനിക്കേണ്ട അവരെയൊക്കെ ഞാനങ്ങനെ എനിക്ക് ശരിയാവും തോന്നണില്ല. അതെന്താണെന്നറിയോ ശരിയാവില്ലെന്ന് ഞാൻ പറയാൻ കാരണം? അതാണ് അടുത്ത ശ്ലോകത്തിൽ. ഈ 4-ാമത്തെ ശ്ലോകം ബുദ്ധിയില്ലേ? മനസ്സിലായില്ലേ? ഇതൊക്കെ മനസ്സിലാക്കി വെക്കണം കേട്ടോ, എന്നാലേ ഇനി ശേഷം മനസ്സിലാവുള്ളൂ. അർജുനൻ്റെ ആ മാനസികമായ ഗതിവിഗതികളുടെ ഒരു സ്ഥിതി മനസ്സിലായാലേ ഈ നമ്മൾക്കും ചില കാര്യങ്ങളൊക്കെ ഇതൊക്കെ എന്തിനാന്ന് കുറച്ച് കഴിയും 10-ാമത്തെ ശ്ലോകം പറ്റപ്പോഴേ മനസ്സിലാവുള്ളൂ. എന്താ പറയണേ? 5-ാമത്തെ ശ്ലോകത്തിൽ അർജുനൻ പറയുകയാണ്, ഗുരുനഹത്വാഹി മഹാനുഭാവാൻ ശ്രേയോ ഭോക്തും ഭൈക്ഷ്യമപീഹ ലോകേ ഹത്വാർത്ഥകാമാംസ്തു ഗുരൂനിഹൈവ ഭുഞ്ജീയ ഭോഗാൻ രുധിരപ്രദിഗ്ധാൻ. അർജുനൻ്റെ വാക്യങ്ങളാണ്. ഗുരൂനഹത്വാഹി മഹാനുഭാവാൻ ശ്രേയോ ഭോക്തും ഭൈക്ഷ്യമപീഹ ലോകേ ഹത്വാർത്ഥകാമാംസ്തു ഗുരൂനിഹൈവ ഭുഞ്ജീയ ഭോഗാൻ രുധിരപ്രദിഗ്ധാൻ. ഇതാണ് പദ്യം. ഇത് അനുഷ്ടുപ്പല്ല, ഇതല്ല, കുറച്ച് വലിയ പദ്യമാണ്. അനുഷ്ടുപ്പ് നേരത്തെ ചൊല്ലിയത് അനുഷ്ടുപ്പ്. അനുഷ്ടുപ്പ് പറഞ്ഞാൽ ഒരു വരിയിൽ 8 അക്ഷരം ഉണ്ടാവും, 4 വരി ഉണ്ടാവും. ഇപ്പം എത്രയും അതെ, ഇപ്പം നന്നായത്. ഒരു വരിയിൽ 8 അക്ഷരം ഉണ്ടാവും, 4 വരി ഉണ്ടാവും, 32 അക്ഷരം ഉണ്ടാവില്ലേ? അതാണ് അനുഷ്ടുപ്പ് എന്ന് പറയുന്നത്. ഇത് കൂടുതലുണ്ട്, നോക്കിക്കോളൂ. 8-32 അല്ലല്ലോ, കൂടുതൽ വലിയ വൃത്താണ്. അപ്പോൾ അതുകൊണ്ട് ഭഗവാനോട് പറയുകയാണ് അർജുനൻ, ഓരോ വരിയായിട്ട് ചെല്ലാട്ടോ, ഓരോന്നോരോന്നായിട്ട് ചൊല്ലിക്കോളൂ എല്ലാവരും. ഗുരൂനഹത്വാഹി മഹാനുഭാവാൻ. മഹാനുഭാവാൻ മറന്നുപോയി ഇല്ല ഇടയ്ക്ക്. അപ്പോൾ ഒരുത് ഗുരൂനഹത്വാഹി മഹാനുഭാവാൻ ശ്രേയോ ഭോക്തും ഭൈക്ഷ്യമപീഹ ലോകേ. ശ്രേയോ ഭോക്തും ഭൈക്ഷ്യമപീഹ ലോകേ. അവിടെ ഭോക്തും ഭൈക്ഷ്യം 2 അക്ഷരവും വാക്കും ശ്രദ്ധിച്ച. ശ്രേയോ ഭോക്തും ഭൈക്ഷ്യമപീഹ ലോകേ. ഹത്വാർത്ഥകാമാംസ്തു ഗുരൂനിഹൈവ. ഹത്വാർത്ഥകാമാംസ്തു ഗുരൂനിഹൈവ. അവിടെ ചിലർ തെറ്റിക്കുന്നുണ്ട്. ശ്രദ്ധിക്കണേ, ഹത്വാർത്ഥ കാമാംസ്തു. ആ കാമാംസ്തു ചിലർ തെറ്റിച്ചല്ലേ, കാമാസ്തു അല്ല, കാമാംസ്തു. അർത്ഥം മനസ്സിലായില്ലേ? ഒന്നിച്ചു ചെല്ലുമ്പോൾ മനസ്സിലാവില്ല. ആണ് ഹത്വാർത്ഥ കാമാംസ്തു. കാമാംസ്തു ഗുരൂനിഹൈവ ഭുഞ്ജീയ ഭോഗാൻ രുധിരപ്രദിഗ്ധാൻ. അവിടെ ഭുഞ്ജീയ ഭ, ഭോഗാൻ അവിടെയുണ്ട് ഭ. പിന്നെ രുധിര ധ, പ്രദിഗ്ധ ധ. 2 ഭകാരമുണ്ട്, 2 ധകാരമുണ്ട്. കയ്യിൽ നിന്ന് പോവരുത് കേട്ടോ. ഇനിയിപ്പോൾ ഇത് ഇങ്ങനെ തന്നെ പോയി ചെല്ലണം കേട്ടോ. അവനവൻ്റെ വീട്ടിൽ പോയിട്ട് ഈ ശുദ്ധമായിട്ട് തന്നെ ചൊല്ലി ശുദ്ധമായിട്ട് ചെല്ലണം. ഇല്ലെങ്കിൽ അടുത്ത ക്ലാസ് ആകുമ്പോഴേക്കും നമ്മൾ എന്ത് ചെയ്യും? വീണ്ടും തിരിഞ്ഞ് കുത്തി മറിഞ്ഞ പഴയ
സമ്പ്രദായത്തിലാവും. അതാണ്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചൊല്ലി ഉറപ്പിക്കണം. കുടുംബത്തിൽ പോയിട്ടേ സ്വാധ്യായം ചെയ്യണം. ദിവസവും ഇങ്ങനെ ചെല്ലണം. ആകെ 4-5 ശ്ലോകമല്ലേ ഉള്ളൂ. ദിവസവും ഇങ്ങനെ 2-3 തവണ ഇങ്ങനെ ചൊല്ലിക്കോളൂ. അപ്പോൾ ചൊല്ലുമ്പോൾ ചൊല്ലി അങ്ങോട്ട് തീർക്കരുത്. എന്ത് ചെയ്യണം? ഞാൻ അങ്ങോട്ട് ചൊല്ലി വേഗം അങ്ങോട്ട് തീർന്നു. അങ്ങനെ കടന്നു തീർക്കരുത്. എന്ത് ചെയ്യണം? അതിനെ ശുദ്ധമാവണം. അല്ലപ്പോൾ ആരെയും ബോധ്യപ്പെടുത്താനൊന്നും നല്ലത്. എന്തിനാ ആരെയും ബോധ്യപ്പെടുത്തണ്ടു? ആണോ? അല്ല, അതുകൊണ്ട് കൃത്യമായിട്ട് ശുദ്ധമായിട്ട് അക്ഷരങ്ങൾ തെറ്റിപ്പോവും. തെറ്റുമ്പോൾ നിർത്തുക. വീണ്ടും അങ്ങനെ വീണ്ടും അതുതന്നെ പറയുക. അപ്പോൾ 2-3 തവണയാകുമ്പോൾ നമുക്ക് ഒരു സംസ്കാരം വരും. സംസ്കാരം വെച്ചാൽ ഒരു ശീലം വരും. പിന്നെ നമ്മൾ അക്ഷരം എവിടെ കണ്ടാലും അങ്ങനെയേ പറയുള്ളൂ. ഇപ്പോൾ ശുദ്ധമായി. അങ്ങനെ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗവും. ഇല്ലെങ്കിൽ ആവില്ല. ഇപ്പോൾ നോക്കൂ. ഭുഞ്ജീയ ഭോഗാൻ രുധിരപ്രദിഗ്ധാൻ ഭുഞ്ജീയ ഭോഗാൻ രുധിരപ്രദിഗ്ധാൻ ഗുരൂന ഹത്വാ ഹി മഹാനുഭാവാൻ ശ്രേയോ ഭോക്തും ഭൈക്ഷ്യമപീഹ ലോകേ ഹത്വാർത്ഥകാമാംസ്തു ഗുരൂനിഹൈവ ഭുഞ്ജീയ ഭോഗാൻ രുധിരപ്രദിഗ്ധാൻ. അക്ഷരങ്ങളൊക്കെ മനസ്സിലായില്ലേ? ഒരു അക്ഷരത്തിന് വിഷമമില്ലല്ലോ. അങ്ങനെ വിഷമുണ്ടെങ്കിൽ അത് തീർക്കണം. അതങ്ങോട്ട് എന്താ അങ്ങനെ നമ്മളൊക്കെ വഴങ്ങാത്തവരെയൊന്നും നിർത്താൻ പാടില്ല. അങ്ങനെ ഒരു അക്ഷരത്തിൽ നമുക്ക് വഴങ്ങാതെ പോണവനെയൊക്കെ നമ്മൾ ചവിട്ടി പിടിച്ചിട്ട് ഒതുക്കണം. എന്ത് ചെയ്യണം? ഒന്നിനെ നമ്മൾ കീഴടങ്ങി കൊടുക്കരുത്. നമ്മുടെ കീഴടക്കാൻ വരണവനെ എന്ത് ചെയ്യണം? ഒതുക്കി ആളുകളിലട്ടോ. അക്ഷരങ്ങളെ പറഞ്ഞത്. അക്ഷരങ്ങൾ തെറ്റിദ്ധരിക്കരുത്. മറ്റേതൊക്കെ നമ്മൾ പറ്റും. ലോകത്തിൽ കണ്ട വല്ലവരെയൊക്കെ അതൊന്നും വേണ്ട. അതൊന്നും നമ്മൾ ചെയ്യാൻ വന്ന് നമ്മൾ അക്ഷരങ്ങൾ നമ്മുടെ മുമ്പിൽ ഇങ്ങനെ ചെറുത്ത് നിൽക്കുമ്പം അവൻ എന്ത് ചെയ്യണം? അവനെ എതിർത്ത് തോൽപ്പിച്ച് മറികടന്ന് മുമ്പിലേക്ക് പോകണം. അങ്ങനെയാണ് മുമ്പിലെത്തണതേ. അപ്പം പറയുകയാണ്. ഇനി പദച്ഛേദം കേട്ടോ. പദങ്ങളൊക്കെ ഇനി പദച്ഛേദം. ഗുരൂനഹത്വ എന്നുള്ളതിന് ഗുരൂൻ അധികം അഹത്വ എന്നാണത്. 2 വാക്കാണ്. ഗുരൂന് അധികം അഹത്വ. ഗുരൂനഹത്വ. ഗുരൂൻ അഹത്വ ഹി. പിന്നെ മഹാനുഭാവാൻ. മഹാനുഭാവാൻ എന്നുള്ളത് ഒരു വാക്കാണ്. മഹാനുഭാവാൻ. ശ്രേയോ ഭോക്തും എന്നുള്ളത് ശ്രേയ ഭോക്തും ഭൈക്ഷ്യം അധികം അപി അധികം ഇഹ ഭൈക്ഷ്യമപീഹ. ഭൈക്ഷ്യം അധികം അപി അധികം ഇഹ ഭൈക്ഷ്യമപീഹ. 3 വാക്കുകളുണ്ട് അതിൽ. ഭൈക്ഷ്യം ഒരു വാക്ക്, അപി ഒരു വാക്ക്, ഇഹ. ഭൈക്ഷ്യമപീഹ ലോകേ. ശരിയായില്ലേ? ഏതെങ്കിലും പദങ്ങൾ കിട്ടാണ്ട വരണമെങ്കിൽ പറയണട്ടോ. അതിനാണ് ശരിയായില്ലേ ചോദിക്കണേ. ചോദിച്ചോളൂ മനസ്സിലാവില്ലെങ്കിൽ. ഹത്വാർത്ഥകാമാംസ്തു എന്നൊരു വാക്ക് കണ്ടിട്ടില്ലേ? ചില പുസ്തകങ്ങളിൽ ഹത്വാർത്ഥ എന്ന് കഴിഞ്ഞിട്ടൊരു ഒത്തിരി വിട്ടിട്ടാവും കാമാംസ്തു. അങ്ങനെയുണ്ടോ? ഇല്ല പോവാ. ഭാഗ്യം. അപ്പോൾ ഇനി അത് പറയണ്ടല്ലോ. ഹത്വാർത്ഥ എന്ന് കഴിഞ്ഞിട്ട് ഒരു ഇത്തിരി അകലം വിട്ടിട്ടല്ലല്ലോ കാമാംസ്തു. ഹത്വാർത്ഥ കാമാംസ്തു ഒന്നിച്ചല്ലേ? ഒന്നിച്ചന്നെ എഴുതേണ്ടത്. പക്ഷേ അത് 2-3 പദങ്ങൾ ചേർന്നതാ. ഹത്വ ഒരു വാക്ക്, അർത്ഥകാമാന് അധികം തു. ഹത്വ അധികം അർത്ഥകാമാന് അധികം തു. അർത്ഥകാമാന് അധികം തു. അപ്പം കാമാന് അധികം തു എന്നുള്ളത് എങ്ങനെയാണ് ചേർന്നപ്പോൾ വന്നത്? കാമാംസ്തു. ശരിക്കും നമ്മൾ കാമാന്തു എന്നല്ലേ വരേണ്ടത്? അങ്ങനെയല്ലേ വരേണ്ടത്? അങ്ങനെയല്ലേ പൊതുവേ പതിവ്? അങ്ങനെ വരില്ല. സംസ്കൃതത്തിൽ സന്ധിയുണ്ട്. കാംസ്കാൻ, താംസ്താൻ എന്നൊക്കെ അതിന് പറയുക. താൻ അധികം താൻ. മലയാളത്തിലാണെങ്കിൽ എന്ത് പറയും? താൻ. സംസ്കൃതത്തിൽ താൻ വരില്ല, താംസ്താന്നേ വരുള്ളൂ. കാൻ അധികം കാൻ, കാംസ്കാൻ. അത് സംസ്കൃതത്തിലൊരു സന്ധി പ്രത്യേകത. അത് പറയാനപ്പോൾ അത് പറഞ്ഞത്. കേട്ട് പേടിക്കൊന്നും വേണ്ട. സമാനമായ സന്ദർഭങ്ങൾ എവിടെയെങ്കിലും വരുമ്പോൾ ഭ്രമിക്കണ്ട വെച്ചിട്ടാണ്
പറഞ്ഞത്. അപ്പോൾ ഇവിടെ പറഞ്ഞത് ഹത്വ അധികം അർത്ഥകാമാന് അധികം തു അർത്ഥകാമാന് അധികം തു അർത്ഥകാമാംസ്തു. അർത്ഥകാമ രണ്ടും പേരെയാക്കാൻ പാടില്ല, അതൊരു പദ. അർത്ഥകാമാൻ ഹത്വ അധികം അർത്ഥകാമാന് അധികം തു ഹത്വ അർത്ഥകാമാംസ്തു. പിന്നെ അടുത്തത് ഗുരൂന് അധികം ഇഹ അധികം ഏവ ഗുരൂനിഹൈവ. ഇഹ അധികം ഏവ ആവുമ്പം ഇഹൈവ. ഇഹ അധികം ഇവ ആണെങ്കിൽ ഇഹേവ എന്നാ വരിക. മനസ്സിലായില്ല അല്ലേ? അത് പറയേണ്ടിയിരുന്നില്ല. ഒരു ശ്രദ്ധിക്കൂ, ഇവിടെ നിന്ന് ശ്രദ്ധിച്ചോളൂ. തഥാ അധികം ഏവ തഥൈവ. മനസ്സിലായില്ലേ? തഥാ അധികം ഇവ എന്നാണെങ്കിലോ തഥേവ എന്ന് വരല്ലോ. ഏ വരുമ്പോഴാണ് ഐകാരം വരുന്നത്, ഈ വരുമ്പം ഏകാരേ വരുള്ളൂ. തഥാ അധികം ഇവ. രമാ എന്നൊരു പദം, രമാ ഏവ. അപ്പം എന്ത് പറയും? രമാ അധികം ഏവ രമൈവ. ഐകാരാണ്, രമൈവ എന്ന് വരും. രമാ അധികം ഇവ രമേവ. എന്താ പറയുക? രമേവ. വ്യത്യാസം മനസ്സിലായില്ലേ? ഇത് പല ദിക്കിലും കാണും. അപ്പം എന്ന് വെച്ചാൽ അത് മനസ്സിലാക്കി വെച്ചാലേ അതുപോലെ രൂപം കണ്ടാൽ പദച്ഛേദം എളുപ്പമായി. ഈ പദച്ഛേദമൊക്കെ ആദ്യത്തെ കുറച്ചൊക്കെ ഒന്ന് പഠിച്ചു വെച്ചാലേ പിന്നെ 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 നമുക്കങ്ങനെ എല്ലാം ഇങ്ങനെ ഇങ്ങോട്ട് തോന്നി വരും. ആദ്യത്തേത് കുറച്ച് എന്ത് ചെയ്യണം? ആദ്യം നമ്മൾ കാർ ഓടിക്കാൻ പഠിച്ചാൽ നമ്മൾ ജീപ്പ് ഓടിക്കില്ലേ? പിന്നെ ഇപ്പോൾ പാണ്ടി ലോറി വരെ ഓടിക്കുന്നുണ്ട്. ശരിയല്ലേ? ഇത് എങ്ങനെയത്? ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ മനസ്സിലാക്കുക വേണ്ട. ആദ്യത്തേന്ന് മറ്റേതിനുള്ളതായ അതുപോലെയാണ് ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ മനസ്സിലാക്കി പോവുക. ഒന്നടിസ്ഥാനം ഉണ്ടായാൽ പിന്നെ നമുക്ക് മുമ്പിക്ക് എളുപ്പമുണ്ട്. അപ്പം ഗുരൂന് അധികം ഇഹ അധികം ഏവ ഗുരൂനിഹൈവ. ഈ സംസ്കൃതമൊക്കെ പഠിക്കണവരുടെ ഇതൊക്കെ എളുപ്പമാണ് അങ്ങനെ പഠിച്ചു വെച്ചാൽ. സംസ്കൃതം അതിൻ്റെ കൂടെയാവും, ഭഗവത്ഗീതയും കൂടിയാവും, രണ്ടിനും കൂടി സൗകര്യമാണേ. അതാണ് ഗുരൂനിഹൈവ. എന്നിട്ട് പറയണേ ഭുഞ്ജീയ ഒരു വാക്ക്, ഭോഗാൻ ഒരു വാക്ക്, രുധിര പ്രതിഗ്ധാൻ. അതിലൊന്നും ചെയ്യാൻ ഒറ്റ വാക്കാത്. രുധിര പ്രതിഗ്ധൻ എന്ന് വേറെ വരേക്കാൻ പറ്റിയ രുധിര പ്രതിഗ്ധാൻ. എല്ലാവർക്കും പദങ്ങളൊക്കെ ബുദ്ധിയില്ലേ? പദങ്ങൾ മാത്രമായിട്ട് പറയാം. ഗുരൂൻ അഹത്വ ഹി മഹാനുഭാവാൻ ശ്രേയ ഭോക്തും ഭൈക്ഷ്യം അപി ഇഹ ലോകേ ഹത്വ അർത്ഥകാമാൻ തു ഗുരൂൻ ഇഹ ഏവ ഭുഞ്ജീയ ഭോഗാൻ രുധിരപ്രതിഗ്ധാൻ. ശരിയാ? കുറച്ച് അനിഷ്ടത്തിനേക്കാളും കുറച്ചും കൂടി വലിപ്പം കൂടും. ഇവിടെ അർജുനൻ പറയണേ, ഭഗവാനോട് പറയണേ. എന്താ പറയണമെന്ന് ചോദിച്ചാൽ പറയണ ഈ ഭഗവാനോട് പറഞ്ഞു, അതെ ശ്രീകൃഷ്ണ ഭഗവാനെ, എങ്ങനെയാ വെച്ചാൽ മഹാനുഭാവാൻ ഗുരൂൻ. ആരാണ്? മഹാനുഭാവാൻ ഗുരൂൻ. മഹാനുഭാവന്മാർ മഹത്തായ അനുഭാവത്തോടു കൂടിയവർ. അതായത് വലിയ വലിയ മഹത്വമായ അനുഭാവമുള്ളവരെയാണ് മഹാനുഭാവന്മാർ. നമ്മുടെ നല്ല നാടൻ ഭാഷയിൽ പറഞ്ഞാൽ മഹാത്മാക്കൾ. ചെന്താ? അപ്പോൾ അതിലേറെ നന്നായില്ലോ. അപ്പോൾ മഹാത്മാക്കൾ പറയില്ലേ നമ്മൾ? മഹാത്മാക്കളെ ചെന്താർത്ഥം പറഞ്ഞോളൂ. മഹാത്മാക്കളെ പറഞ്ഞാൽ നമ്മൾ മലയാളത്തിൽ പറയാറില്ലേ? വലിയ മഹാത്മാക്കളാണ് അവരൊക്കെ. ചെന്താർത്ഥം വലിയ ആൾക്കാരാണെന്നല്ലേ. ഒരു 8-9 അടി നീളും, ഒരു 6-6 അടി വീതിയും. എന്താ വലിയ വലിയ ആൾക്കാരാ പറഞ്ഞ എന്താർത്ഥം? എന്തിൻ്റെ വലിപ്പം? പണ്ടൊരു നാട്ടിൽ ചെന്നിട്ട് ആരോ ചോദിച്ചു, ഇവിടെ വലിയ വലിയ ആൾക്കാരെയൊന്നും ഇവിടെ പറ്റിട്ടില്ലേ നാട്ടിൽ ചോദിച്ചു. ഇല്ല ഇവിടെയൊക്കെ കുട്ടികളെ പേറുക ചെയ്യുക, പിന്നെ വലുതാവുക ചെയ്യുക എന്നാണ് പറഞ്ഞു. അങ്ങനെ പറഞ്ഞില്ലേ? എന്താർത്ഥം? വലിയ വലിയ ആൾക്കാരെ പറഞ്ഞപ്പോൾ അദ്ദേഹം ചോദിച്ചാൽ ഉദ്ദേശിച്ചത് എന്താ? മഹാത്മാക്കളൊന്നും ഇന്ന് നാട്ടിലുണ്ടായില്ലേ, ഒക്കെ സാധാരണക്കാരുള്ള അങ്ങനെ വലിയൊരു വലിപ്പത്തരം ചോദിച്ചത്. അപ്പോൾ നാട്ടിലെ വല്യമ്മ എന്ത് പറഞ്ഞു? അയാൾക്ക് വേണ്ട മറുപടിയും കൊടുത്തു. ഇല്ല ഇവിടെയൊക്കെ കുട്ടികളെ ആദ്യം പേറും, പിന്നെ അവർ വലിയ ആൾക്കാരാവുക പതിവാണ്. അപ്പം ആ ശരീരത്തിൻ്റെ വലിപ്പമല്ല എന്ത് മഹാത്മാവ് എന്ന് പറഞ്ഞാലേ അവർ അറിവുകൊണ്ടും പിന്നെ
ധാർമ്മികമായ സമ്പ്രദായം കൊണ്ടും ഉയർന്ന സ്ഥിതിയിലിരിക്കുന്ന വലിയ അങ്ങനത്തെയൊക്കെ ജീവിതത്തിൽ നല്ലോണം ധാർമ്മികതയും അറിവും ജ്ഞാനവും വിജ്ഞാനവും സമ്പ്രദായവും മഹിമകളൊക്കെ നല്ലോണം വർദ്ധിച്ച തരത്തിൽ ജീവിതത്തിലുള്ള കൂട്ടിനെ എന്ത് പറയുക? മഹാത്മാക്കളാ പറയും. മനസ്സിലായില്ലേ? മഹാത്മാക്കള. അതാണ് ഇതൊക്കെ നമ്മൾ പറയേണ്ടതാണെങ്കിലും വേണ്ട മാതിരി നമ്മൾ ആ പറയേണ്ട എന്താണെന്നൊന്നും നമ്മൾ ആലോചിക്കാമല്ല. നമ്മളങ്ങോട്ട് പറഞ്ഞിട്ട് ഇങ്ങോട്ട് പോരും. പിന്നെ കേട്ടോനായിക്കോട്ടെ, അവനതുകൊണ്ട് എന്തെങ്കിലും ചെയ്യട്ടെ. പറഞ്ഞതോടുകൂടി നമ്മുടെ ഇത് തീർന്നു. ഇത് കേട്ടവൻ അവിടെ ഇരുന്ന് ഇങ്ങനെ മുള്ളിക്ക് നോക്കുക. അവനൊന്നും ഒരു വിവരം കിട്ടണില്ല. ഇതാ ബുദ്ധിമുട്ട്. അപ്പം നമ്മൾ ഒരു വാക്കിൻ്റെ അർത്ഥം നല്ലോണം മനസ്സിലാക്കിയിട്ട് അത് പറയുമ്പം വല്ലാത്തൊരു സന്തോഷമല്ലേ? ഇല്ലേ? നല്ലൊരു കൂട്ടാണ്ടാക്കി അങ്ങോട്ട് വിളമ്പിയിട്ട് അസലായി ഒരാൾ പറയുമ്പം രോമല്ലെങ്കിലും എന്ത് വരും? രോമാഞ്ചമൊക്കെ വരില്ലേ? അതുപോലെ തന്നെ അതാണ് ഒരു അർത്ഥം അറിഞ്ഞൊരു പദം പ്രയോഗിച്ചാൽ അതിൻ്റെ സന്തോഷം വേറെ തന്നെയാണ്. മലയാളത്തിലായിക്കോട്ടെ, ഏത് ഭാഷയിലും അങ്ങനെ തന്നെയാണ്. അതിൻ്റെ ആശയം അതേ ആശയത്തിൽ നമ്മൾ പറയുക. ആ പറഞ്ഞ ആശയത്തിൽ കേട്ടയാൾ അത് കേൾക്കുക. അങ്ങനെ വരുമ്പോൾ എന്തുണ്ടാവും? അപ്പോഴാണ് നമ്മുടെ ഒരു പൂർത്തി അതിൽ. ഇല്ലേ? ഇല്ലെങ്കിൽ എന്താ ഉണ്ടാവുന്നത്? രാവിലെ കാരണവരിങ്ങനെ പാരത്ത വരമ്പത്ത് കൂടി നടന്നു പോകണേ. അപ്പോൾ മറ്റേ കാരണവർ ഇങ്ങോട്ട് വരുന്നുണ്ട്. ചോദിച്ചു, നടക്കാനിറങ്ങിയതാവില്ലേ? ചോദിച്ചു, ഞാൻ വെറുതെ എങ്ങനെ നടക്കാനിറങ്ങിയതാ. മറ്റേ ആൾ ഞാൻ തിരിച്ചു നടക്കാനിറങ്ങിയതാവും എന്ന് പറഞ്ഞു. രണ്ടാൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി. രണ്ടാൾ മലയാളികളാണ്, ഒരേ നാട്ടുകാരാ. എന്താ ഉണ്ടായത്? ആർക്കാശുള്ളത്? പൊതുവേ നമ്മുടെ വർത്തമാനക്ക് ജാതിയാ. ഏത്? നടക്കാനിറങ്ങിയതാവില്ലേ ചോദിച്ചു. അങ്ങനെയൊന്നുമില്ലേ, വെറുതെ നടക്കാനിറങ്ങിയതാണെന്ന് പറഞ്ഞു. അങ്ങനെയാ, ഞാൻ തിരിച്ചു നടക്കാനിറങ്ങിയതാന്ന്. അപ്പോൾ ചോദിച്ചതും ഇല്ല, കേട്ടതും ഇല്ല, പറഞ്ഞതും ഇല്ല, ഒന്നുമില്ല. അങ്ങനെയല്ല. അപ്പോൾ ഇവിടെ എന്താ വെച്ചാൽ മഹാനുഭാവാൻ എന്ന് പറഞ്ഞാൽ മഹത്തായ അനുഭാവമുള്ളവർ, മഹത്തായ ജീവിതാനുഭവങ്ങളും ജീവിതത്തിലെ മഹിമകളും ധാർമ്മികതയും അറിവും ബോധവും പ്രഭാവവും അതിനനുസരിച്ചിട്ട് ജീവിച്ചതിൻ്റെ ശീലവും ആ ലോകം കണ്ടിട്ട് ലോകത്തിലെ എല്ലാ വിഷയങ്ങളായിട്ട് പെരുമാറിയിട്ടുണ്ടായ പാകതയും ഇതൊക്കെ ആയിട്ട് നല്ലോണം പരിപൂർത്തിയായിട്ടിരിക്കണം കൂട്ടിന് എന്ത് പറയുക? മഹാത്മാക്കളെന്ന് പറയും. അപ്പോൾ പറയണേ മഹാനുഭാവാൻ, അങ്ങനെ മഹാത്മാക്കളായ ഗുരുക്കന്മാരെ ഈ ഗുരുക്കന്മാരെന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ഗുരു അല്ലേ ഉള്ളൂ, ദ്രോണരെ. പിന്നെ ഗുരുവിൻ എന്ന് ബഹുവചനം പറഞ്ഞത് ആർക്കാടില്ലേ? മുട്ടിന് ഇങ്ങനെ മുട്ടിച്ചാൽ എന്താ ചെയ്യല്ലേ? അല്ല, ഗുരു എന്ന് പറഞ്ഞാൽ ഗുരുനാഥൻ, ദ്രോണര് ഗുരുനാഥനാണ് മുമ്പിൽ. ഒരു ദ്രോണരല്ലേ ഉള്ളൂ. ഇവിടെ ചോദിച്ചു ഗുരുക്കന്മാരെ എന്നാണ്. ഗുരുവിന് അപ്പോൾ കുറേ എണ്ണം ഉണ്ടാവണ്ടേ? അഞ്ചെന്താ? ആരാത്? ഭീഷ്മർ മുത്തശ്ശനല്ലേ? ഗുരുവാ. കൃപരുണ്ട് അവിടെ എവിടെയോ മൂലയിലുണ്ട്, അദ്ദേഹം ഇവിടെ ഇല്ല. എവിടെയോ ഇരിക്കുന്ന കൃപരെ ഉദ്ദേശിച്ച് ഇവിടെ എങ്ങനെ പറഞ്ഞു ആവോ? എന്നാലും രണ്ടാളല്ലേ ഉള്ളൂ. അപ്പം ഗുരവ് എന്നല്ലേ പറയേണ്ടത്? അവിടെയും മുട്ടിച്ചു. ഇനിയിപ്പോൾ ദ്രോണരും കൃപരും കൂടി രണ്ട് ഗുരുക്കന്മാരല്ലേ ഉള്ളൂ. അപ്പോൾ എന്താ പറയുക? ദ്വിവചനത്തിൽ ഗുരവ് എന്നല്ലേ പറയേണ്ടത്? ഗുരുവിനെന്ന് ബഹുവചനം പറഞ്ഞപ്പോൾ എന്താ അർത്ഥം? അതിങ്ങനെയൊന്നും ബുദ്ധിമുട്ടണ്ട. ഈ മുത്തശ്ശൻ എന്ന് പറഞ്ഞ ആളാരാ? ഗുരു തന്നെയാണേ. ഈ ഗുരു എന്ന് പറഞ്ഞ ആ ഒരു വിഭാഗത്തിൽ ആരൊക്കെ പെടുന്നറിയൂ? ഗുരുനാഥൻ, അമ്മ, അച്ഛൻ, മുത്തശ്ശൻ, മുത്തശ്ശി, അതുപോലെ തന്നെ അമ്മാവന്മാർ, വല്യച്ഛന്മാർ, അപ്പന്മാർ, ഇവരുടെയൊക്കെ അമ്മമാർ, അവരൊക്കെ വിവാഹം ചെയ്ത അമ്മമാരൊക്കെ ഉണ്ടാവില്ലേ? അതായത് നമ്മുടെ ജ്യേഷ്ഠൻ, നമ്മൾക്ക് മുതിർന്ന് ബഹുമാനിക്കേണ്ടവരൊക്കെ ഏത് വിഭാഗത്തിൽ പെടും? ഗുരുജനങ്ങൾ എന്നാണ് പറയുക. അപ്പോൾ ഗുരുജനങ്ങളെ പറഞ്ഞാൽ എല്ലാ ഈ പഠിപ്പിച്ചവരല്ലെങ്കിൽ നമുക്ക് ഉപദേശിച്ചവരെന്നൊന്നും അല്ല. അതിൻ്റെ ഉപരിയായിട്ട് എന്താ അർത്ഥമുണ്ട്? നമ്മൾ ബഹുമാനിക്കേണ്ട നമ്മുടെ മുതിർന്നവരായ ബഹുമാന്യരെ എന്നർത്ഥമുണ്ട്. മനസ്സിലായില്ലേ? അത് കൂടി മനസ്സിലാക്കി വെക്കണം. അപ്പോൾ ഗുരു എന്ന് പറഞ്ഞാൽ എല്ലാവരൊക്കെ ഗുരുക്കന്മാരാണേ. ആണ്. നമുക്ക് ഗുരുവിന് തന്നെ ഗുരുവാ തോന്നിയിട്ടില്ല, പിന്നെ ഇവരെയൊക്കെ ഗുരുക്കന്മാരാ തോന്നുന്നു. പൊതുവെ ലോകത്ത് അങ്ങനെയല്ലേ പതിവ്? നമുക്കല്ല, ലോകത്ത് അങ്ങനെയുള്ള പതിവ്. അങ്ങനെയല്ല. ഗുരുജനങ്ങളാണെന്ന് പറഞ്ഞാൽ നമ്മൾ ബഹുമാനിക്കേണ്ട, നമ്മളൊക്കെ അറിവും ബോധവും വെളിച്ചമൊക്കെ തന്ന് നമ്മളെ പരിപാലിച്ച് കൊണ്ട് നടക്കണം നമ്മളെക്കാൾ മുതിർന്ന ആളുകളൊക്കെ എന്ത് പറയാം? ഏത് വിഭാഗം? വിശേഷ അച്ഛൻ, അമ്മ, മുത്തശ്ശൻ, മുത്തശ്ശി, അമ്മാവന്മാർ, വല്യച്ഛൻ, അങ്ങനെയൊക്കെ എല്ലാവരും എന്തിൽ പെടും? അമ്മയൊക്കെ പെടും. പുരുഷന്മാരെന്ന് വേണമെന്നില്ല, സ്ത്രീകളൊക്കെ പെടും. എന്തിൽ? ഗുരുജനങ്ങളുടെ വിഭാഗത്തിൽ പെടും. അപ്പോൾ ഇവിടെ അർജുനൻ പറയണേ മഹാനുഭാവാൻ ഗുരുൻ. അപ്പോൾ ഗുരുൻ എന്ന് പറഞ്ഞാൽ ആരെയൊക്കെ പെടുത്തി? ആ മുമ്പിൽ നിൽക്കണ മഹിമയുള്ളവരൊക്കെ എല്ലാവരും
ഭീഷ്മരുണ്ട്, ദ്രോണരുണ്ട്, കൃപരുണ്ട്, കൃതവർമാവുണ്ട്, ശ്വത്ഥാമാവുണ്ട്, പിന്നെ ശല്യരുണ്ട്. അമ്മാവനാണ്. എന്തൊക്കെയാ വെച്ചാൽ തരാം ആൾക്കാരാ നിൽക്കണേ. നമ്മൾ നേരത്തെ എണ്ണിപ്പെറുക്കി പറഞ്ഞില്ലേ കുറേ പേരുടെ പേരുകളൊക്കെ. അവരൊക്കെ തന്നെയൊക്കെ നമ്മൾ ബഹുമാനിക്കേണ്ട നമ്മുടെ ഗുരുജനങ്ങളാണ്. ശരിയല്ലേ? ആ ഗുരുജനങ്ങളെ അഹത്വ, ഹത്വ എന്ന് പറഞ്ഞ അർത്ഥം എന്താ? കൊന്നിട്ട്. ഹത്വ എന്ന് പറഞ്ഞാൽ കൊന്നിട്ട്. പഠിത്വ എന്ന് പറഞ്ഞാലോ? ഗത്വ എന്ന് പറഞ്ഞാലോ?